വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരത. അപ്പോൾ ഇന്ന് വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ മന്ത്രിസഭ അധികാരത്തിലേൽക്കുകയാണ്. സാധാരണ നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കരയോഗ മന്ത്രിസഭ എന്നുള്ളൊരു ആക്ഷേപം കാലാകാലങ്ങളായിട്ട് ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടും അപ്പർ കാസ്റ്റിലുള്ള ആളുകൾ മാത്രം ഭരിക്കുന്ന ഒരു സെറ്റപ്പ്. അപ്പോൾ അതിൽ നിന്ന് എത്ര മാറ്റം ഈ ഒരു മന്ത്രിസഭ രൂപീകരണത്തിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ UDFൻ്റെ കേസിൽ മാത്രമാണ് ഈ കരയോഗ മന്ത്രിസഭ എന്നുള്ള പേര് വരാറുള്ളത്. കാരണം ജാതി മത സമവാക്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് അവരൊരു മന്ത്രിസഭ രൂപീകരിക്കൽ. എന്നാൽ LDFനെ സംബന്ധിച്ച് അവരൊരു മന്ത്രിസഭയുടെ ആളുകളുടെ ലിസ്റ്റ് കൊടുക്കും. ആ ലിസ്റ്റ് ആളുകൾ നോക്കും. എന്നിട്ട് LDFനോട് ഈ വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചാൽ, പിണറായി വിജയനോടോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോടോ അഭിപ്രായം ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ മെറിറ്റ് നോക്കി, ഞങ്ങൾ ജാതി സമവാക്യങ്ങൾ നോക്കിയിട്ട് നല്ല മെറിറ്റ് നോക്കിയിട്ടാണ് ഞങ്ങൾ തീരുമാനിക്കാറുള്ളത് എന്നാണ് പറയാറുള്ളത്. പക്ഷേ പിന്നെ അവരുടെ ജാതി മത സമവാക്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കരയോഗ മന്ത്രിസഭ എന്ന രൂപത്തിലാണ് വരിക. അതിന് LDFൻ്റെ ഭാഗമായി ജയിച്ചു വന്ന MLA മുഴുവനും ഒരു അപ്പർ കാസ്റ്റിൽ നിന്നുള്ള യോഗ്യത ഉള്ളവർ മുഴുവനും അപ്പർ കാസ്റ്റിൽ നിന്ന് വരുന്നതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിവേ ആ ഒരു വിഷയം നമുക്ക് വിടാം. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. അപ്പോൾ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ സർക്കാർ വരികയാണ്. സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ആവോളം വാനോളം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പോൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തത് മുതൽ അല്ലെങ്കിൽ 2019 മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ജിത്നി ആബാദി ഉത്ന ഹക്ക്. എത്രത്തോളം പോപ്പുലേഷൻ ഉണ്ടോ അതിനനുസരിച്ച് അവർക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. കാരണം ആളുകൾക്ക് റെപ്രസെൻറ്റേഷൻ വരുമ്പോഴാണ് ഈ ഒരു എന്താ പറയുക നമ്മുടെ പബ്ലിക് റിസോഴ്സിൻ്റെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ കറക്റ്റ് നടക്കുള്ളൂ. അതിനർത്ഥം ഇവർ അവരുടെ ഒരു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ആ മതങ്ങളുടെ അല്ലെങ്കിൽ ആ മത സമുദായത്തിൻ്റെ കാര്യം മാത്രം നോക്കാനുള്ളവരല്ല. എന്നാലും നമ്മൾ സ്വാഭാവികമായിട്ട് അവർക്ക് നോക്കി പോകുമല്ലോ, ഇവർക്കൊക്കെ എല്ലാവർക്കും പരിഗണന കിട്ടുന്നുണ്ടോന്നില്ല. റെപ്രസെൻറ്റേഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. അതാണ് നമ്മൾ അംബേദ്കറിൻ്റെ കാലം മുതൽ തന്നെ ആ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് അംബേദ്കർ ഈ ഒരു കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ള 1932 ആക്റ്റൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒക്കെ നടപ്പിലാക്കുന്നത്. അതായത് എത്ര പോപ്പുലേഷൻ ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻ വരുമ്പോഴാണ് അതൊരു എന്താ പറയുക ഒരു ജസ്റ്റിസേബിൾ ആയിട്ട് മാറുള്ളൂ. എനിവേ നമുക്ക് നമ്മുടെ വി.ഡി. സതീശൻ്റെ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. അപ്പോൾ അതിൽ 102 എന്ന് പറയുന്ന ഹ്യൂജ് മെജോറിറ്റിയിലാണ് അല്ലെങ്കിൽ ഹ്യൂജ് സീറ്റിലാണ് സത്യത്തിൽ വി.ഡി. സതീശൻ സർക്കാർ വരുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഒരു 20-21 ആളുകളെ മാത്രം ഒരു എടുത്തുകൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കുക, അത് തന്നെ എല്ലാ മത സാമുദായിക വിഭാഗങ്ങൾക്കും ഈക്വൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഹെർക്കുലിയസ് ടാസ്ക്കാണ്. കാരണം നമ്മുടെ ഭരണഘടനയുടെ 164 വകുപ്പ് പ്രകാരം 15% മാത്രമാണ് ടോട്ടൽ മെമ്പേഴ്സിൻ്റെ കൗണ്ട് എടുക്കുമ്പോൾ അതിൻ്റെ 50% മാത്രമേ മന്ത്രിമാരുണ്ടാവാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് മന്ത്രിമാരെ കൊടുത്ത് എല്ലാവരുടെയും ആവശ്യങ്ങളെ, അവരുടെ നീഡ്സിനെ, അവരുടെ ഡിമാൻഡ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ നിർഭാഗ്യവശാൽ നമുക്ക് 21 മന്ത്രിമാരെ തിരഞ്ഞെടുക്കാനുള്ള യോഗ്യമുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എല്ലാവരെയും തിരഞ്ഞെടുക്കുക, എല്ലാ മത സാമുദായിക വിഭാഗങ്ങൾക്കും റെപ്രസെൻറ്റേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു ചെക്ക് ബോർഡിൽ ചെസ് കളിക്കുന്ന സമയത്ത് കരുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുന്നത് പോലെ പ്രയാസം നിറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ, നമ്മുടെ കേരളത്തിലെ ജനവിഭാഗങ്ങളുടെ ഒരു പ്രൊപ്പോഷൻ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയും അതുപോലെ ഈഴവ കമ്മ്യൂണിറ്റിയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അറൗണ്ട് 30% പോപ്പുലേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഈഴവ കമ്മ്യൂണിറ്റിക്കും സിമിലർ ആയിട്ട് 30% ഉണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി വൈസ് നമ്മൾ നോക്കുക, ക്രിസ്ത്യൻസ്, അതുപോലെ ക്രിസ്ത്യൻസ് തന്നെ ഇപ്പോൾ സവർണ ക്രിസ്ത്യാനികളും ഉണ്ട്, അതുപോലെ ലത്തീൻ ക്രിസ്ത്യാനികളും ഉണ്ട്. അത് സവർണ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറൻസ് ആണ്. പിന്നുള്ളത് സാധാരണ നായർ ഈ വിഭാഗം വോട്ടുകൾ, അതായത് ഹിന്ദു വിഭാഗത്തിലെ അപ്പർ കാസ്റ്റ് എന്ന് പറയപ്പെടുന്ന വിഭാഗം. അങ്ങനെയാണ് ഒരു ഓവറോൾ ഇതിൻ്റെ പ്രൊപ്പോർഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ നായർ വിഭാഗങ്ങൾ, ഒരു അപ്പർ കാസ്റ്റിലുള്ള അവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു 11%. അപ്പോൾ 14%. അപ്പോൾ സ്വാഭാവികമായിട്ട് 2-3 സീറ്റൊക്കെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു 6 സീറ്റ് വരെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വി.ഡി. സതീശൻ, അതുപോലെ
PC വിഷ്ണുനാഥ്, കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവരൊക്കെ എന്താണ് അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവരൊന്നും അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാർ എന്ന നിലക്കല്ല നമ്മൾ കാണുന്നത്. അവരൊക്കെ നമ്മുടെ കോൺഗ്രസിന്റെ മുഖങ്ങളാണ്. അവരൊന്നും പരിഗണിക്കാതിരിക്കുക, അവരൊക്കെ വളരെ സീനിയറാണ്, എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണ്. അവർ പരിഗണിക്കാതിരിക്കുക എന്നുള്ളത് കഴിയൂല. സ്വാഭാവികമായിട്ട് അവർക്ക് നിലവിലുള്ള അവരുടെ പോപ്പുലേഷനേക്കാൾ കൂടുതൽ ഡിവിഡൻഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അപ്പർ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും അവരും ഒരു 11% ഉണ്ട്. 2-3 സീറ്റൊക്കെ മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവർക്കും ഇതേപോലെ പ്രൊപ്പോർഷണലി ഹയർ റെപ്രസെൻറ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതും സണ്ണി ജോസഫ്, റോബി എൻ ജോൺ, പിന്നെ അനൂപ് ജേക്കബ് അടക്കമുള്ള കുറേ ആളുകൾ അതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അവരൊക്കെ പലതരത്തിൽ കോൺഗ്രസിൻ്റെ വലിയ അസറ്റുകളാണ്. അപ്പോൾ അവരൊന്നും പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. പിന്നെ ഉള്ളത് ഈഴവ കമ്മ്യൂണിറ്റിയാണ്. ഈഴവ കമ്മ്യൂണിറ്റിയിൽ 30% വരുന്ന കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി ലെസ് പ്രപ്പോർഷനാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. 3 ആളുകൾ മാത്രമാണ് ഈഴവ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ളത്. ലിജു വന്നിട്ടുണ്ട്, പിന്നെ OJ ജനീഷ് വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ പാലക്കാട് MP ഭാര്യ തുളസി. അപ്പോൾ അവരും ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇവർക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ്. കാരണം OJ ജനീഷ് ആദ്യമായിട്ട് വന്ന് KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് വന്ന ഒരു ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അവരെ ഉൾപ്പെടുത്തി. ലിജു ആദ്യമായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തുളസിയും ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ ആ റെപ്രസെൻറ്റേഷൻ കൊടുക്കണമെന്ന് വിചാരിച്ച് തന്നെ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ അത് ഒരു നല്ല നീക്കമാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി ഹിന്ദു സൊസൈറ്റിയിൽ ഓവറോൾ നോക്കുമ്പോൾ ഇവരുടെ റെപ്രസെൻറ്റേഷൻ ഓക്കെയാണ്. പക്ഷേ ഈഴവ കമ്മ്യൂണിറ്റി സെപ്പറേറ്റ് നോക്കുമ്പോൾ ഒരു 3 ആളുകളുടെ കുറവ് നമുക്ക് കാണാൻ പറ്റും. പിന്നെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അവർ നന്നായിട്ട് റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ കോൺഗ്രസും ലീഗും ഒരു ഭാഗത്തുള്ളതുകൊണ്ട് തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് PK കുഞ്ഞാലിക്കുട്ടി വരുന്നുണ്ട്, ബഷീർ വരുന്നുണ്ട്, പിന്നെ കളമശ്ശേരി MLA ഗഫൂർ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ KM ഷാജി വരുന്നുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പാറക്കൽ അബ്ദുള്ള കോഴിക്കോടിനെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് സിദ്ദീഖിനെ പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ മുസ്ലിം കമ്മ്യൂണിറ്റി അത്യാവശ്യം നന്നായി പരിഗണിച്ച ഒരു മന്ത്രിസഭയാണുള്ളത്. അങ്ങനെ ഈ ഒരു പരിഗണനയ്ക്ക് പുറമെ മറ്റു പരിഗണനകൾ വേറെയുണ്ട്. അതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെസ് ബോർഡിൽ കരിക്കൾ നീക്കുന്നത് പോലെയാണ് വേറെ റെപ്രസെൻറ്റേഷൻ, മറ്റു രൂപത്തിൽ റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ചില ജില്ലകൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നു, ചില ജില്ലകൾക്ക് കുറവ് പരിഗണന കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കാസർഗോഡിന് അവർ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു പരിഗണന കിട്ടിയിട്ടില്ല. അപ്പോൾ പരിഗണന ആരാണ് കൊടുക്കേണ്ടത്? ലീഗാണോ കൊടുക്കേണ്ടത്, കോൺഗ്രസ് ആണോ കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചർച്ച ഉണ്ടാവും. ഇപ്പോൾ കോൺഗ്രസിന് ആദ്യമായിട്ടാണ് കാസർഗോഡ് ജില്ലയിൽ MLA ഇപ്പോൾ തൃക്കരിപ്പൂരും മുതുമയൊക്കെയാണ് അവർ പിടിച്ചത്. അപ്പോൾ അവിടെ ഒന്നുകൂടി റെപ്രസെൻറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ലീഗിനാണ്. കാരണം ലീഗിന് കാലങ്ങളായിട്ട് 2 MLA മഞ്ചേശ്വരം അതുപോലെ കാസർഗോഡുമാർക്ക് സ്ഥിരം സീറ്റുകളാണ്. അപ്പോൾ അവർ റെപ്രസെൻറ്റ് കൊടുക്കണമായിരുന്നു. അപ്പോൾ അത് ലീഗിനോട് ചോദിക്കുമ്പോൾ ലീഗിനും ഇതിന് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ലീഗിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പരന്ന് എല്ലാ സ്ഥലങ്ങളിലും സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും മലപ്പുറമാണെങ്കിലും പാലക്കാടാണെങ്കിലും കണ്ണൂരാണെങ്കിൽ പോലും ആ ഭാഗം കാസർഗോഡ് മുഴുവനും മലബാർ റീജിയനാണ്. അപ്പോൾ ലീഗ് ഒരു മലബാർ പാർട്ടി എന്നതിൽ മാറി ഒന്നുകൂടി സെൻട്രൽ കേരളത്തിലേക്കും അതുപോലെ സൗത്ത് കേരളത്തിലേക്കും മാറാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ അവിടെ മലബാറിൽ നിന്ന് മാറി അപ്പുറത്തൊരു സീറ്റ് ജയിച്ചു വരുമ്പോൾ അവിടെ റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് ഗഫൂർ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്, ഗഫൂർ മന്ത്രിയായി വരുന്നത്. സത്യത്തിൽ അവിടെ അവർക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കണമായിരുന്നു. കാരണം എല്ലാ കാലത്തും ഏത് മന്ത്രിസഭ വരുന്ന സമയത്തും പലപ്പോഴായിട്ട് കാസർഗോഡ് ജില്ല അല്ലെങ്കിൽ അങ്ങേ നോർത്ത് ഭാഗത്തുള്ള ജില്ലകൾക്ക്, വടക്ക് ഭാഗത്തുള്ള ജില്ലകൾക്ക് വളരെ മിനിമം റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് പരിഗണിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ കോൺഗ്രസിന് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിനാകെ 12 സീറ്റാണ്. 12ഓളം മന്ത്രിമാരെ കോൺഗ്രസിനാകെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഘടകകക്ഷികൾക്ക് വീതിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്കും അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അത് ഇടുക്കിയിൽ 5 സീറ്റ് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവിടെ കാര്യമായ പരിഗണന വന്നിട്ടില്ല. അതുപോലെ പത്തനംതിട്ടയ്ക്ക് പത്തനംതിട്ടയും ഇതുപോലെ അത്യാവശ്യം നല്ല സീറ്റ് UDFന് കിട്ടിയതാണ്, പക്ഷേ അവർക്കും പരിഗണന കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പിന്നെ കോഴിക്കോട് ജില്ലക്ക് ആരാണ്? കോഴിക്കോട് ജില്ല ബേപ്പൂർ ഒഴികെയുള്ള എല്ലാ സീറ്റും ജയിച്ചിരിക്കുന്ന കോൺഗ്രസ് ആണ്. പ്രത്യേകിച്ച് UDFന് കൈപ്പത്തി ചിഹ്നത്തിൽ ആദ്യമായിട്ട് വോട്ട് കിട്ടുന്ന ജില്ല കോൺഗ്രസ് ആദ്യമായിട്ടാണ്, ഇത്തവണയാണ് ആദ്യമായിട്ട് വോട്ട് കിട്ടുന്നത്. അപ്പോൾ അവരൊക്കെ പരിഗണിക്കേണ്ടതായിരുന്നു. പക്ഷേ ലീഗായിരുന്നു അവിടെ ഒന്നുകൂടി കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. കാരണം ലീഗിന് കാലാകാലങ്ങളായിട്ട് 1-2 സീറ്റ് അവിടെ കിട്ടാറുണ്ട്. അപ്പോൾ സ്വാഭാവിക ലീഗാണ് ആ പരിഗണന കൂടുതൽ കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ലീഗ് വേറൊരു ആംഗിളാണ് ഈ പരിഗണന കൊടുത്തത്. അതായത് KM ഷാജി ശരിക്കും വേങ്ങരയിൽ നിന്ന് ജയിച്ച വന്ന ആളാണെങ്കിൽ പോലും ആൾ കൊടുവള്ളിക്കാരനാണ്, കോഴിക്കോട് ജില്ലക്കാരനാണ്. അപ്പോൾ കോഴിക്കോട് റെപ്രസെൻറ്റേഷൻ വന്നല്ലോ. പിന്നെ സെക്കൻഡ് ടൈമിൽ പാലക്കൽ അബ്ദുള്ളയും ഒരുപാട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാനേജ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാലും
എന്താ പറയുക, മതിയാം വിധം റെപ്രസെൻറ്റേഷൻ കിട്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അഭിപ്രായം. ഏതായാലും എല്ലാ ആളുകൾക്കും ഏതൊക്കെ ജാതി മത സാമുദായിക രംഗങ്ങളിൽ നിന്ന് വന്നവരാണെങ്കിൽ പോലും അവരൊക്കെ എല്ലാ ആളുകളുടെയും എല്ലാ ജനവിഭാഗങ്ങളുടെയും അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ അവർക്ക് പരമാവധി കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മന്ത്രിസഭയാണ്. അതുപോലെ ഒരുപാട് യുവ മന്ത്രിമാരുമുള്ള മന്ത്രിസഭയാണ്. നമ്മുടെ വി ഡി സതീശൻ വരെ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാണ്, ആദ്യമായിട്ടൊരു ക്യാബിനറ്റ് റാങ്കിലേക്ക് വരുന്ന ആളാണ്. ക്യാബിനറ്റ് റാങ്ക് എന്ന് പറയാൻ പറ്റില്ല, പ്രതിപക്ഷ നേതാവ് ഒരു ക്യാബിനറ്റ് റാങ്ക് ആണല്ലോ. അപ്പോൾ മാറ്റിരുത്തി കഴിഞ്ഞാൽ വി ഡി സതീശൻ ആദ്യമായിട്ട് മന്ത്രിയാവാണ്. അപ്പോൾ ബാക്കിയുള്ളവരും ഒരു എക്സ്പീരിയൻസ്ഡ് വിത്ത് എന്താ പറയുക യങ്സ്റ്റേഴ്സ് എന്നുള്ള ഒരു ആംഗിൾ നമുക്കിത് പറയാൻ പറ്റും. ഇപ്പോൾ വി ഡി സതീശൻ ഉണ്ട്, കെ മുരളീധരൻ രമേശ് ചെന്നിത്തലയും എക്സ്പീരിയൻസ്ഡ് ആയ ആളാണ്. തിരുവഞ്ചൂരിനെ നേരെ സ്പീക്കർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ പരിഗണിക്കാത്തുണ്ട് കേട്ടോ, നമ്മൾ അതും പറയണല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നജീബ് കാദർബൻ ലീഗിൻ്റെ ഒക്കെ ഒരു നല്ല വിഷനറി ആയിട്ടുള്ള ഉയർന്നു വന്നൊരു എമർജിങ് MLA ആണ്, യങ്ങസ്റ്റ് MLA ആണ്. പിന്നെ VT ബൽറാം നമ്മളെല്ലാവരും കാത്തിരുന്ന ആളാണ്. പിന്നെ എന്താ വെച്ചാൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, നേരത്തെ പറഞ്ഞ സാമുദായിക സമവാക്യങ്ങൾ ഒക്കെ വരുമ്പോൾ പലരെയും പരിഗണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം എല്ലാവർക്കും ഉണ്ട്. പിന്നെ ആകെ ഇതിനൊക്കെ പരിഗണന കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു പരിപാടി ഒരു 140, 160, 170 സീറ്റൊക്കെ ആക്കിയിട്ട് അധികരിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, റെപ്രസെൻറ്റേഷൻ ഒന്നും കൂടി 20 ഒരു 30 വെച്ചാൽ ഒന്നും കൂടി റെപ്രസെൻറ്റേഷൻ കൊടുക്കുക. അല്ലാതെ വേറെ നിർവാഹമൊന്നും ആർക്കില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ പറയാനുള്ളൂ.